हम लोग रिसेंटली न्यूजीलैंड गए थे और वहाँ पे वी वेंट टू क्वींस टाउन और उससे ज़्यादा सुंदर जगह हमने अभी तक नहीं देखी है. हाँ അപ്പോൾ നമ്മൾ ഡേ 3 ഇന്ന് നമ്മൾ ആരോ ടൗൺ വനാക്ക അതുപോലെ തന്നെ ലേക്ക് ഹൈസ് നമ്മൾ ഈ 3 സ്ഥലമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പോണ വഴി ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണും. ഇന്ന് നല്ല അടിപൊളി ഒരു കൊറിയൻ ഔട്ട്ലുക്കിലാണ് തച്ചുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇന്ന് നല്ല വെതറാണ്, പക്ഷെ തണുപ്പുണ്ട്. എന്നാലും 6 ഡിഗ്രിയാണ്. എന്നാലും പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പുറത്ത് നമുക്ക് കാണാം. ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ സ്റ്റേ. അടിപൊളി സ്റ്റേ ഒക്കെ ആട്ടോ. 2 ദിവസത്തേക്ക് ഇനി ഇവിടെ തന്നെയാണ്. നല്ല എന്താ പറയുക, നല്ല വ്യൂവും എല്ലാം ഉള്ളതാണ്. പക്ഷേ നമുക്ക് പ്രൈവറ്റ് ജഗൂസി ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് രാത്രി അത് കാണാം, നമ്മളത് എൻജോയ് ഒക്കെ ചെയ്യും. ഇറ്റ്സ് റിയലി ക്വൈറ്റ് നൈസ്. നല്ല പ്രൈം ലൊക്കേഷനിലായിരുന്നു അക്കോമഡേഷൻ. എനിവേ നേരെ ആദ്യം നമ്മൾ ആരോ ടൗണിലോട്ടാണ് പോണ വഴി. ക്യൂൻസ് ടൗൺ സെൻട്രലിൽ നമുക്കൊരു പാർക്കിംഗ് എന്തെങ്കിലും കിട്ടിയാൽ ജസ്റ്റ് ഒരു ക്വിക്ക് ഫോട്ടോഷൂട്ടിന് നമ്മളൊന്ന് നിർത്തും. നല്ലൊരു സീനറി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ആരോ ടൗൺ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. എല്ലാവരും സെറ്റാണ്. മഹിച്ചേട്ടൻ സത്യം പറഞ്ഞ മഹിച്ചേട്ടൻ സത്യം പറഞ്ഞാൽ നേരത്തെ എണീറ്റ് റെഡിയായി. നമ്മളാണ് ലേറ്റ് ആയത്. മഹിച്ചേട്ടൻ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കണിശക്കാരനാണ്. പക്ഷെ നമ്മളത് നശിപ്പിച്ചു. എനിവേ Dishama Juice hair is glowing. ഇതാണ് ക്യൂൻസ് ടൗൺ സെൻട്രൽ ഏരിയ. നമ്മളപ്പോൾ ഒരു പാർക്കിംഗ് കിട്ടി. ഇതാണ് മിസ്സിസ് ഫെർഗ് ആൻഡ് ഫെർഗ് ബർഗർ. സോ ഇത് 3 ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഷോപ്സാണ്. ഇതിനെക്കുറിച്ച് രാത്രി നമ്മൾ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനിടയിലൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള മേപ്പിൾ ട്രീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ക്യൂൻസ് ടൗണിൽ ഇപ്പോൾ ഓട്ടം സീസൺ സ്റ്റാർട്ടായി മാർച്ച് മുതൽ. ഇതിപ്പോൾ മാർച്ച് എൻഡായി. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്നാൽ പോകുന്ന വഴി നമ്മളൊരു സിനിക് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് പാർക്കിംഗ് ഭാഗ്യത്തിന് കിട്ടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇത്. നല്ല അടിപൊളി വെതറാട്ടോ, ഒന്നും പറയാനില്ല. എല്ലാവരും കുറേ ആളുകൾ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എന്താണ് നിങ്ങളിട്. ഫസ്റ്റ് ടൈമാണ് ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓട്ടം ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ദെൻ വി ഹെഡിങ് ടു ദി മെയിൻ ഫെസ്റ്റ് ഡേ ഡെസ്റ്റിനേഷൻ ആരോ ടൗൺ. അങ്ങനെ എത്തി. ആരോ ടൗൺ ചെറിയൊരു സിറ്റിയാണ്. വളരെ ചെറിയ സിറ്റി. അങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള പറ്റഗോണിയ ചോക്ലേറ്റിൽ എത്തി. നമ്മൾ 4 ഹോട്ട് ചോക്ലേറ്റും ക്രിസോൺസും ഓർഡർ ചെയ്തു. ഇത് പറ്റഗോണിയയിൽ നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐസ്ക്രീംസ് ആണ്. ചെറിയൊരു ഡൈനിങ് ഒക്കെ ഔട്ട്സൈഡ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്ത ക്രിസോൺസും ഡിഫറെൻറ്റ് ക്രിസോൺസ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. സ്ട്രോബെറി ആൻഡ് കാരമൽ ആസ് വെൽ. ആരോ ടൗൺ എന്നുള്ളത് സെൻട്രൽ ഒട്ടാഗോയിലുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ്. ഇതിൻ്റെ നമ്മളൊരു സ്ട്രീറ്റിൻ്റെ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബൈ ദ എൻഡ് ഓഫ് 1862 1862 സമയത്ത് ഒരു 1500ഓളം മൈനിങ് പീപ്പിൾ, ചൈനീസ് സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു. ചൈനീസ് പീപ്പിൾ വന്ന് ഇവിടെ മൈനിങ് ആരംഭിക്കുകയും അത് എസ്പെഷ്യലി ഗോൾഡ് മൈനിങ് ആയിരുന്നു. അങ്ങനെ 1863 340 കിലോയോളം ഗോൾഡ് അവർ ആ ഭാഗത്തു നിന്ന് അവർ മൈൻ ചെയ്തെടുത്തിരുന്നു. അതിനുശേഷമാണ്
ഈ സ്ഥലത്തിന് ആരോ ടൗൺ എന്ന് പേര് തന്നെ വരുന്നത്. ഉള്ള ചൈനീസ് പീപ്പിൾ ഗോൾഡ് മൈൻ ചെയ്തെടുത്തുകൊണ്ടിരുന്നത് ആരോ റിവറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ആരോ ടൗൺ എന്ന് പേര് വന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് അവിടെ ചൈനീസ് സെറ്റിൽമെൻറ്റ്സും എല്ലാം കാണാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ മോമെൻറ്റ് ഇതൊരു ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് പ്ലേസ് ആയിട്ട് ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇത് കൺസേർവ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ സ്ട്രീറ്റിന് ഇരുവശത്തും നമുക്ക് ഒരുപാട് കടകൾ, ഷോപ്സും, നമുക്ക് സെവിനിയേഴ്സ് ആണെങ്കിലും പലതരത്തിലുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ഡ്രസ്സും അതുപോലെ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാണുന്ന ദൂരെ കാണുന്ന മലകൾ ഓട്ടം സീസൺ ആകുമ്പോൾ കംപ്ലീറ്റ്ലി പീക്ക് ഓട്ടം എത്തുമ്പോൾ കംപ്ലീറ്റ് റെഡ് ആൻഡ് യെല്ലോ കളറാവും. വിൻ്ററിൽ വേറൊരു ഭംഗിയായിരിക്കും. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ കഫേസ് ഉണ്ട്, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. കൂടുതലും കഫേസാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റുകൾ വാങ്ങിക്കാനുള്ള കുറേ കടകളും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് സെറ്റിൽമെൻറ്റ് താമസിച്ചുകൊണ്ടിരുന്ന വീടുകൾ. അതിപ്പോഴും അവർ അതുപോലെ തന്നെ കൺസേർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അതിലേക്ക് നടന്ന് നല്ല റിഫ്രഷിംഗ് ആണ് അതിൽ നടക്കാൻ. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ആരോ ടൗണിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ വനാക്കയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പോകുന്ന വഴി എല്ലായിടത്തും തന്നെ ഞങ്ങൾ നിർത്തിയാണ് പോകുന്നത്. ഇനി കാണാൻ പോകുന്ന വിഷ്വൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് ഇതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വന്നിരിക്കാം. ഇതാണ് ന്യൂസിലാൻഡിൽ വനാക്കയിലേക്ക് പോകുന്ന വഴിയുള്ള ബ്രാ ഡ്രോണ എന്നുള്ളൊരു ചെറിയൊരു സ്പേസാണ്. ഒരുപാട് ബ്രാ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാനും ആദ്യം ഇത് കണ്ട സമയത്ത് ഇതെന്താണെന്ന് ഞാനും വിചാരിച്ചിരുന്നു. 1998-99 കാലഘട്ടത്തിൽ ഒരു 4 ബ്രായിൽ തുടങ്ങിയ ഒരു ഫെൻസാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒട്ടനവധി ബ്രാ കൊണ്ടുള്ളൊരു ഫെൻസായിട്ട് മാറിയിരിക്കുന്നത്. പിന്നീട് ഇതൊരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായിട്ട്, ന്യൂസിലൻഡിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായിട്ട് അത് അവിടെ നിലനിൽക്കുകയും 2015 $30,000 ന്യൂസിലൻഡ് ഡോളർ, ഏകദേശം 15 ലക്ഷം ഇന്ത്യൻ റുപ്യ അവിടെ ഒരു സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫണ്ട് റൈസിങ് ഒരു ബോക്സ് ഉണ്ട്, അതിൽ നിന്ന് സമാഹരിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഇത് ന്യൂസിലൻഡ് ബ്രസ്റ്റ് ക്യാൻസർ സൊസൈറ്റിക്ക് ഉള്ള ഒരു വലിയൊരു ഡൊണേഷനാണ് ഇതുവഴി, ഈ ഒരു സിംബൽ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫെൻസിങ് തുടങ്ങി വെച്ചവർ അന്നേരം വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ന്യൂസിലൻഡിൻ്റെ ഒരു വൺ ഓഫ് ദി ഐക്കോണിക് ഈ ബ്രസ്റ്റ് ക്യാൻസർ സൊസൈറ്റിക്ക് ഉള്ള ഒരു ഐക്കോണിക് സിമ്പിളായിട്ട് ഇത് മാറുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ചെയ്തത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ആ കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മൾ വനാക്കയിലേക്ക് പോവുകയാണ്. ക്യൂൻസ്റ്റൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സിറ്റിയാണ് വനാക്ക. വനാക്കയിലും ക്യൂൻസ്റ്റൗണിലെ പോലെ തന്നെ ഒരു ലേക്ക് ഉണ്ട്, വനാക്ക ലേക്ക്. കുറച്ച് നേരം അവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഫൈനലി വനാക്ക വൺ ട്രീ കാണാൻ എത്തി. നല്ല ക്രൗഡുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ട്രീ കാണാൻ വേണ്ടി എന്തോരം ആളുകളാണ് ഇവിടെ വരുന്നതെന്നറിയോ. ഞാൻ 3-4 വട്ടം വന്നിട്ടുണ്ട്. എപ്പോൾ യുണീക്കാണ്. എന്നുവെച്ചാൽ വർഷങ്ങളായിട്ടും ഇവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ യൂഷ്വലി അല്ല, അത് മാത്രമല്ല ഒരു വെള്ളത്തിൽ കുറേ നമ്മുടെ സാധാ ഒരു ഇത് നമ്മൾ ചീഞ്ഞു പോയില്ലേ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ. പക്ഷെ ഇതങ്ങനെ പോകുന്നില്ല. അതുകൊണ്ട് അതൊരു യുണീക്കാണ്. ഞാൻ കാണിച്ചു തരാം. ആളുകളൊക്കെ ഒരുപാട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. അതെ, ബാക്ക്ഗ്രൗണ്ട്. അതുമാത്രമല്ല മൗണ്ടെയിനിൽ ഫുള്ള് സ്നോ ഉണ്ടായിരിക്കും. എനിവേ എല്ലാത്തിനും എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കാണാനല്ലോ നമ്മളിപ്പോൾ വരുന്നത്. എനിവേ ഇതൊക്കെയാണ് കാഴ്ചകൾ. മൊത്തം ഈ ട്രീയുടെയൊക്കെ കളർ യെല്ലോയും റെഡൊക്കെ ആയിട്ട് ഗ്രാജ്വലി മാറി തുടങ്ങും എൻഡ് ഓഫ് ഏപ്രിലോടുകൂടി, അല്ലെങ്കിൽ മിഡ് ഓഫ് ഏപ്രിലോടുകൂടി. ഇപ്പോൾ തന്നെ ഓൾറെഡി മാറിയിട്ടുണ്ട്. 1972 ഒരു ഫോട്ടോഗ്രാഫർ ഈ വനാക്ക ട്രീയുടെ പിക്ചർ എടുക്കുകയും അതിനുശേഷം ഇതൊരു ഫേമസ് ഫോട്ടോഗ്രാഫിക് പോയിൻ്റായിട്ട് മാറിയിരുന്നു. ഫൈനലി എന്ത് കഴിക്കാൻ പോവാ? ഫേഗ് ബർഗർ കഴിക്കാൻ പോവാണ്. നല്ല ക്യൂ ആണ്, എപ്പോഴും ഉള്ള പോലെ തന്നെ നല്ല ക്യൂ ആണ്.
ഈ ഫേഗ് ബർഗർ ഷോപ്പ് 2000 ചെറിയൊരു ടേക്ക് അവേ ആയിട്ട് ഇവർ ആരംഭിച്ചതായിരുന്നു. ആകെ 2 ബർഗർ വെറൈറ്റീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇത് വലിയൊരു സംരംഭമായി മാറുകയും ഇപ്പോൾ 7 ദിവസവും 21 മണിക്കൂർ ഒരു ദിവസം പ്രവർത്തിക്കുന്ന ഒരു ബർഗർ ഷോപ്പാണിത്. നമ്മൾ രാത്രി വന്നാലും രാവിലെ വന്നാലും എപ്പോൾ വന്നാലും ഇതുപോലത്തെ ലോങ് ക്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1/2 to 1 hour നമുക്ക് യൂഷ്വലി വെയിറ്റിംഗ് പീരീഡും ഉണ്ട് നമുക്കൊരു ബർഗർ കിട്ടാൻ വേണ്ടി. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ബർഗർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂസിലൻഡ് ബീഫ് വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പാറ്റിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫേഗ് ബർഗർ തീരുന്നതിനെ പറ്റി ആലോചിച്ചൊക്കെ തീർന്നു പോയാ മജിച്ചേട്ടന് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകും തീർന്നു പോയി കഴിഞ്ഞാൽ ചേട്ടാ. ഇതാണ് രാത്രി. വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് അല്ലാത്തതിൻ്റെ ഇതുണ്ട്, തിങ്കളാഴ്ചയല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. ബട്ട് സ്റ്റിൽ ഗുഡ്. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ കളർഫുള്ളാട്ടോ, ഒന്നും പറയാനില്ല. ഒരു പ്രത്യേക ഒരു ഫീലാണ്. തണുപ്പുണ്ട്, ഒരു 6 degrees Celsius ആണ്. എനിവേ കൊള്ളാം. ഞങ്ങളപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങി അങ്ങോട്ട്. രാത്രി ടയർഡാണ്, എന്നാലും ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങി ഒന്ന് രാത്രികാല കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. നോർത്ത് ഐലൻഡിനേക്കാളും കുറച്ചും കൂടെ ബ്യൂട്ടിയാണ് നൈറ്റിലും. കുറച്ചൊന്നും അല്ല, നൈറ്റ് കമ്പയർഡ് ടു നൈറ്റ് കുറച്ച് ലൈവാണ്. കുറച്ച് വിൻറ്റേജ് സ്റ്റൈലൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഈ ചാറ്റ്സ് പ്രൈവറ്റ് ഹോട്ടലൊക്കെ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് വിൻറ്റേജ് സ്റ്റൈലിലാണ്. അപ്പോൾ നമ്മളിനി അവിടുത്തെ ഒരു ലേക്ക് ഫ്രണ്ട് ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ന്യൂസിലൻഡിൻ്റെ മറ്റൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് പാറ്റഗോണിയ. ഇവിടെ ഫ്രഷ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഐസ്ക്രീംസും പേസ്ട്രീസും അതുപോലെ തന്നെ അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് വെരി ഫേമസ് ആണ്. നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്തായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷെ ആരെങ്കിലും ക്യൂൻസ് ടൗണിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരോ ടൗണിലോ വനാക്കയിലോ വരികയാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ഫേമസ് ആയിട്ടുള്ള ബർഗർ കിട്ടി. നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, എല്ലാവർക്കും അത്ര ഒപ്പാവുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ടേസ്റ്റ് ചെയ്യാം. ബീഫ് ബർഗറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ബർഗർ, ഒന്നും പറയാനില്ല. വലിപ്പമുണ്ട്, അത് എല്ലാവർക്കും ഈ പോർഷൻ പറ്റുമെന്നറിയില്ല.
Sweet ആണ്. അതിനകത്ത് ഇപ്പോൾ ഞാൻ 2 ടൈപ്പാണ് ഓർഡർ ചെയ്തത്. അവര് എല്ലാവരും ബീഫാണ് ചെയ്തത്, പക്ഷെ അവരുടെ പൈനാപ്പിൾ ഗ്രില്ലുണ്ട്. ഞാൻ ബാർബിക്യൂ ബേസ്ഡ് ആയിട്ടുള്ള വാങ്ങിച്ചത്. എനിവേ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി കഴിക്കട്ടെ, ഞങ്ങൾ കൊതിപ്പിക്കുന്നില്ല. കഴിച്ചിട്ട് പറയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ കൂടുതൽ ക്യൂൻസ് ടൗണിൻ്റെയും ഗ്ലെനോക്കിയുടെയും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.